വിവിധ സാമൂഹിക പ്രവർത്തന പരിപാടികളുമായി റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡ് ഡയാലിസിസ് രോഗികളെ സൗജന്യമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിനായുള്ള ആംബുലൻസ് സർവീസ് ആരംഭിക്കും. ബുധനാഴ്ച വൈകിട്ട് ടോണി ചമ്മിണി MLA, റോട്ടറി ഗവർണർ ജോഷി ചാക്കോ എന്നിവർ ചേർന്ന് ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. പ്രതിമാസം 50 പേർക്ക് 2000 രൂപയുടെ മരുന്ന് വാങ്ങി നൽകും. പണി പൂർത്തിയാവാതെ കിടക്കുന്ന 50 വീടുകളുടെ നിർമ്മാണം ഈ പ്രവർത്തന വർഷം പൂർത്തിയാക്കും. ഇതൊരു തുടർ പ്രക്രിയയായിരിക്കുമെന്നും വൈപ്പിൻകരയിലെ ഇത്തരം വീടുകൾ മുഴുവൻ പണി തീർത്തു പൂർത്തിയാക്കുമെന്നും പ്രസിഡന്റ് KA ജോളി 19ാമത് പ്രസിഡന്റായിട്ട് കഴിഞ്ഞ ജൂലൈ 8-ാം തീയതി ഞാൻ ചാർജ് എടുക്കുകയുണ്ടായി. ഈ വർഷം വളരെ വിപുലമായ രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഹൗസിംഗ് പ്രൊജക്റ്റാണ്. ഈ ഹൗസിംഗ് പ്രൊജക്റ്റിൽ ഈ വർഷം ഞങ്ങൾ ഒരു 50ഓളം വീടുകൾ പൂർത്തിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഈ വർഷത്തെ കാര്യം മാത്രമല്ല ഞങ്ങൾ പറയുന്നത്. ഇനി അങ്ങോട്ട് തുടർന്ന് എല്ലാവർക്കും വൈപ്പിൻകരയിൽ ഭവനം എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതിനുള്ള ഫണ്ടുകളും ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓണത്തിന് ശേഷം അതിന്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ആരംഭിച്ച് ഈ വർഷം 50ഓളം വീടുകൾ ഞങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാനുള്ള എല്ലാ രീതിയിലുള്ള പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. വളരെ ദയനീയമായ അവസ്ഥയാണ്. പ്ലാസ്റ്റിക്കുകൾ കെട്ടി വല്ലാത്തൊരവസ്ഥയിൽ. അപ്പൊ അതിനൊരു പരിഹാരം, പണി തീരാതെ കിടക്കുന്ന വീടുകൾ, പണി പൂർത്തിയാക്കാതെ കിടക്കുന്ന വീടുകൾ, ആ വീടുകളാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ടും ഈ ടർപ്പായൊക്കെ വലിച്ചു കെട്ടി കിടക്കുന്ന ആ വീടുകൾ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ ഈ അടുത്ത 19ാം തീയതി ബുധനാഴ്ച ഒരു ആംബുലൻസ് സർവീസ് ആരംഭിക്കുകയാണ്. MLA നമ്മുടെ വൈപ്പിൻ MLA ടോണി ചമ്മിണിയും അതോടൊപ്പം തന്നെ ഗവർണറും കൂടി ചേർന്നാണ് ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. നിർദ്ധരായ ഡയാലിസിസ് രോഗികളെ ഡയാലിസിസിൽ കൊണ്ടുപോയി തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുന്ന ആ രീതിയിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം അത് ഞങ്ങളുടെ ക്ലബ് ആംബുലൻസ് സർവീസ് തികച്ചും സൗജന്യമായിരിക്കുള്ളൂ. അതുപോലെ തന്നെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഈ ആംബുലൻസ് സർവീസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിലെ ഞങ്ങൾ എടവനക്കാട് ഇല്ലത്ത് വഴിയിലുള്ള പാലിയേറ്റീവ് കെയർ സന്ദർശിച്ചു. അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാലിപ്പുറം സന്ദർശിച്ചു. അവിടെ എല്ലാം വളരെ പരിമിതമായ രീതിയിലുള്ള സൗകര്യങ്ങളാണ് അവിടെ ഉള്ളത്. റോട്ടറി ക്ലബിന്റെ ഭാഗത്ത് നിന്ന് അഡ്ജസ്റ്റബിൾ കോട്ട്, അതുപോലെ തന്നെ നെബുലൈസേഷൻ, ഓക്സിജൻ കോൺസെൻട്രേറ്റർ, പിന്നെ വീൽ ചെയർ, ECG, അങ്ങനെയുള്ള സൗകര്യങ്ങൾ റോട്ടറിയുടെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കാൻ ഉള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുള്ളതാണ്. റോട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ആ നടപ്പാത ഒന്ന് ശരിയാക്കി കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ തീരുമാനം എടുത്ത് 2 ദിവസം കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കി കൊടുത്തു. അപ്പൊ വളരെ സജീവമായിട്ട് തന്നെയാണ് റോട്ടറി ക്ലബ് എന്ന് സമൂഹത്തിൽ ഇടപെട്ട് സമൂഹത്തിന്റെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ് കുട്ടികൾക്ക് ബുക്സുകൾ വിതരണം ചെയ്ത് ഞങ്ങളുടെ ഈ വർഷത്തെ പ്രൊജക്റ്റുകൾ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ അവിടെ സ്കൂളിൽ പിള്ളേർക്ക് യൂണിഫോം കൊടുക്കുന്ന കാര്യം പറഞ്ഞ് അത് ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനെ വിപുലമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സെക്രട്ടറി അഡ്വക്കേറ്റ് VP സാബു, KK ഹുസൈൻ, NK സുധാകരൻ, VA അനീഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. AC ന്യൂസ് വൈപ്പിൻ.